പണി കിട്ടിയല്ലോ. ഞാനാണെങ്കിൽ ഹെൽമെറ്റും കാണൊന്നും വെക്കാത്തോണ്ടാണെങ്കിൽ എന്നെ ഉമാർ ഇവിടെ പിടിച്ച് ജയിലിട്ടിരിക്കുക. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി എന്തായാലും ഫോൺ കയ്യിലുണ്ട്. ഉമാർ അത് മാത്രം കണ്ടിട്ടില്ല. എന്തായാലും ജാക്കിനെ വിളിക്കാം. ഹലോ, എടാ ജാക്കേ. പറയടാ, എന്താ കാര്യം? എന്താ കാര്യം? എന്താ ഹൽക്ക്? എടാ, അത് വേറൊന്നുമല്ല. എന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ജയിലും കാറിലൊക്കെ ഇട്ടിരിക്കുക. ഞാനാണെങ്കിൽ ഹെൽമെറ്റും കാറിലൊന്നും വെക്കാതെ വണ്ടിയും കാറിലൊക്കെ ഓടിച്ചോണ്ട് വന്നു. അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വരുവാ വേഗം. ആടാ, ഞാനിപ്പോ വരാം. നീ ഒന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ അങ്ങോട്ട് വരാം. വെയിറ്റ് ആക്ക്. ആളെയൊക്കെ വേഗം വാ. ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടാ. നീ എന്തായാലും ഇപ്പൊ എന്തായാലും നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഹൾക്കും കാറിലൊക്കെ വിളിച്ചായിരുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഫോണും കാറിലൊക്കെ എടുത്ത് വിളിച്ചായിരുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന അവനാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ കാറിലൊക്കെ പോയിരിക്കുമായിരുന്നു. എന്തായാലും ജയിലിൽ പിടിച്ചിട്ടിരിക്കുമെന്നാ പറഞ്ഞ. എന്തായാലും നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാം കേസ്. എന്തായാലും എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താ സീനെന്ന്. എന്തായാലും വിട്ട് തരുമോ നോക്കി ചോദിക്കാം കേസ്. അപ്പോൾ എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മൾ നൈസിലും കാറിലൊക്കെ പോവുകയാണ്. പോലീസ് സ്റ്റേഷനും കാറിലൊക്കെ ഇവിടെ തൊട്ടടുത്ത കാറിലൊക്കെയാണ്. തൊട്ടടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം കാറിലൊക്കെ പോകണം കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. എന്തായാലും ഇന്ന് അവിടെ എന്താ സീനെന്ന് അറിയില്ല കേസ്. എന്തായാലും നമ്മൾ തന്നെ വേണം കേസ് എല്ലാത്തിനും കാറിലൊക്കെ. നോക്കുവാണെങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ കേസിലും കാറിലൊക്കെ പോവുകയാണ്. സ്പീഡിലും കാറിലൊക്കെ. എൻ്റെ മോനെ നോക്കുവാണെങ്കിൽ തന്നെ എൻ്റെ മോനെ കേസിൽ പോവുകയാണ്. എന്തായാലും കേസിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പോകും. എൻ്റെ മോനെ ഡ്രിഫ്റ്റ് ചെയ്ത് നടന്നില്ല കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേസ്. നൈസിൽ എന്തായാലും നമുക്ക് സാറിനോടും കാറിലൊക്കെ നൈസിൽ ചെന്നപ്പോൾ അതൊക്കെ പറയാം കേസ്. എന്തായാലും കാര്യങ്ങളും കാറിലൊക്കെ. എന്തായാലും സാറേ എവിടെയാ സാറെന്താ മെയിൻ സാറെന്താ ഇവിടുത്തെ സാറേ? എന്തായാലും ആ ഹൾക്കിനേക്കാളൊക്കെ ജസ്റ്റ് ഒന്ന് വിട്ടു തരുമോ? മോനെ, അത് വിട്ടു തരണോ? കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അവനെ വിട്ടു തരാം. എന്ത് കണ്ടീഷനാ സാറേ? എന്ത് കണ്ടീഷനാണ്? ഞാൻ എന്തായാലും സാറിന് സെറ്റാക്കി തരാം. എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞോ, എന്താ വേണ്ടത്? അത് എനിക്ക് മറ്റേ ഒരു യെല്ലോ കളറുടെ റെയർ കാറും കാറിലൊക്കെ ഈ സിറ്റിയും കാറിലൊക്കെ ഉണ്ട്, കൊണ്ടുവരണം. സാറേ എന്തായാലും കൊണ്ടുവരാം. നോക്കുവാണെങ്കിൽ ഹൾക്കും കാറിലൊക്കെ ഇവിടെ ഉണ്ട്. ഹൾക്ക് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ഇവിടെ നിന്നോ. ആടെ ഹൾക്ക് നോക്കുവാണെങ്കിൽ കേസ് എന്തായാലും നമ്മൾ നൈസിലും കാറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബെന്നിയുടെ ഷോറൂമിലും കാറിലൊക്കെ പോവുകയാണ് കേസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കാറും കാറിലൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു. എന്തായാലും അവിടെയും കാറിലൊക്കെ എത്തിയിട്ടും കാറിലൊക്കെ കാണാം കേസ്. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം കാറിലൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടും കാറിലൊക്കെ നമുക്ക് കാണാം കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ ഇവിടെ കാറിലൊക്കെ എത്താറായിട്ടുണ്ട് കേസ്. എന്തായാലും ഇവിടുന്ന് കാറിലൊക്കെ നൈസിൽ പോയി എന്തായാലും കാറും കാറിലൊക്കെ നമുക്ക് എടുക്കാം കേസ്. പിന്നെ എന്തായാലും ഇല്ല, നമുക്ക് എന്തായാലും പേയ്മെൻറ്റും കാറിലൊക്കെ പിന്നെ കൊടുക്കാം കേസ്. എന്തായാലും നോക്കുവാണെങ്കിൽ തന്നെ കാറും കാറിലൊക്കെ അവിടെ കിടപ്പുണ്ട് കേസ്. എന്തായാലും ഒരു യെല്ലോ കാറും കാറിലൊക്കെ അല്ലേ പറഞ്ഞത്. എന്തായാലും യെല്ലോ കാറും കാറിലൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്തായാലും നമ്മുടെ സ്വന്തം ബെന്നിയുടെ വർക്ക്ഷോപ്പും കാറിലൊക്കെയാണ് കേസ്. വർക്ക്ഷോപ്പും ഉണ്ട്, പിന്നെ ഷോറൂമും കാറിലൊക്കെ ഉണ്ട് കേസ്. എല്ലാം ഉണ്ട് കേസ് നമ്മുടെ ബെന്നിക്കും കാറിലൊക്കെ. നമ്മുടെ മച്ചാനാണ് കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ ഇതും കൊണ്ട് ഇനി നൈസിൽ പോലീസ് സ്റ്റേഷനിലും കാറിലൊക്കെ പോകണം കേസ്. എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കുവാണെങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ നൈസിലും കാറിലൊക്കെ പോകുവാണ് കേസ്. എൻ്റെ മോനെ ഇപ്പം ഇടിച്ചും കാറിലൊക്കെ ഇരുന്നേനെ കേസ്. എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മൾ പോവുകയാണ്. നോക്കുവാണെങ്കിൽ തന്നെ ഇനി ഇവിടുന്ന് എന്തായാലും കുറച്ച് ദൂരം കാറിലൊക്കെ ഉണ്ട് കേസ് പോകാനായിട്ടും കാറിലൊക്കെ. എൻ്റെ മോനെ ഇവിടെ നിന്നാണെങ്കിൽ നൈസ് ഇടിച്ചും കാറിലൊക്കെ ഇരുന്നേനെ കേസ്. നല്ല സ്പീഡിലും കാറിലൊക്കെയാണ് കേസ് പോകുന്നത്. എന്തായാലും സെറ്റാണ് കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ ചെറുതായിട്ടൊന്ന് ഇടിച്ചിരുന്നു കേസ്. ഏതാന്ന് നോക്കണം കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ നൈസിലും കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് കേസ്. എൻ്റെ മോനെ എൻ്റെ മാളിയെ ഇപ്പം ഇടിച്ചിരുന്നേനെ അവിടെ. എന്തായാലും കാലൊക്കെ ചെറുതായിട്ടൊരു ചിലക്കും കാലൊക്കെ പറ്റിയിട്ടുണ്ട് കേസ്. അതൊന്നൊരു വിഷയമാണ്. നമുക്ക് എന്തായാലും ഡ്രിഫ്റ്റ് ചെയ്യാം കേസ്. എന്തായാലും നോക്കുവാണെങ്കിൽ തന്നെ നമ്മളെന്തായാലും അങ്ങോട്ടും കാലൊക്കെ വന്നേല്ലേ. എന്തായാലും ഡ്രിഫ്റ്റിങ് കാലൊക്കെ അടിച്ചേക്കും. എന്തായാലും അത് നടന്നില്ല കേസ്. എന്തായാലും ഇവിടെ കാലൊക്കെ നിർത്താം. എന്തായാലും കാറും കാറിലൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ എന്തായാലും ഇനി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേസ്. എന്തായാലും നമുക്ക് സാറിൻ്റെ അടുത്തും കാറിലൊക്കെ ചെന്ന് ചോദിക്കാം കേസ്. അപ്പോൾ സാറേ എന്തായാലും ഞങ്ങളുടെ ആ ഹൾക്കിനേക്കാളൊക്കെ വിട്ടു തരുമോ? സാറ് പറഞ്ഞ കാറും കാറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് വിട്ടു തരുമോ? ഏത് ആൾക്ക് അവനൊന്നും വിട്ടു തരത്തില്ല, ഒന്ന് പോയാർക്കാം. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം കാറ് കിട്ടിയപ്പോൾ കാലും അറിയല്ലേ. ഇനി എൻ്റെ റിയൽ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു ഗണ്ണും കാറിലൊക്കെ ഇരിക്കുന്നത് കേട്ടാ. എന്റെ പൊന്നു മോനെ, ഈ പൊട്ട കണ്ണും കൊണ്ട് നീ എന്ത് കാണിക്കാനാടാ? ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കത്തില്ല മോനെ. അങ്ങനെയാണെ അത്രക്കായി. ഇന്ന് പിടിച്ചോ. പിന്നെ അല്ല പറഞ്ഞപ്പോൾ നിങ്ങൾ കാല് മാറുന്നല്ലേ. നിങ്ങളെ ഇന്ന് അവിടെ തീർത്തിട്ട് തന്നെ കാര്യം. ഞാനൊന്നും അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് വീഴത്തില്ല മോനെ. ഇന്ന് പിടിച്ചോടാ. ആ പോലീസുകാരനൊക്കെ ചത്ത് കിടക്കട്ടാ. പിന്നല്ല ഇവിടെ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇനി പിന്നെ എന്തിനാ ഇവിടെ കിടന്നോണം? പിന്നെ അല്ല നീയൊക്കെ എന്താണ് എന്നെ അടിക്കാൻ മാത്രമായാ? എന്നാ പിടിച്ചോ. നല്ലൊരു ഗണ്ണും കാലൊക്കെ വെച്ച് നല്ലൊരു വെടിയൊപ്പം കിടത്തി നീയൊക്കെ തീർന്നു. എന്നാ പിടിച്ചോ. ഇനി രണ്ടുപേരും കൂടി ബാക്കിയുണ്ട്. എടാ കൊച്ചോർക്കാ, നീ തീർന്നു കേട്ടാ. ഇന്നാടാ നിന്റെ ബാറ്റ് കൊണ്ട് എന്നാ പിടിയടാ ഒരടി.
എടാ ഇതൊക്കെ എന്ത് എൻ്റെ നല്ല അടിപൊളി ഗണ്ണായിരിക്കുന്ന ഗണ്ണ് കേട്ടാ. നീയൊക്കെ ദേ ഇന്നാടാ പിടിച്ചോടാ. ഇത് വെച്ച് ഒറ്റ വെടിക്ക് നീ തീർന്ന് കേട്ടാ. എനിക്ക് നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഈ ഗണ്ണ് വെച്ച് നിനക്കിട്ട് വെടി വെക്കുമെന്ന് പറഞ്ഞാൽ വെടി വെച്ചിരിക്കും. നീ എന്താടാ തീരാത്തത്? ഇന്നാടാ പിടിച്ചോടാ മോനെ. നീയാണെങ്കിൽ എന്താടാ എന്നെ പുറകെട്ട് വട്ടം കളിപ്പിക്കുന്ന? ആഹാ അത്രക്കായ. അങ്ങനെയാണെങ്കിൽ ഇന്നാടാ എനിക്ക് ഗണ്ണിരിപ്പുണ്ട്, ഇത് വെച്ച് എന്നെ വെടിവെച്ച് ഇതാ. ഇന്നാ പിടിച്ചടാ മോനെ. അവിടെ കിടക്കടാ. ഇനി ഒരുത്തനും കൂടി ഉണ്ടല്ലോടാ, അവനെയും കൂടി തീർക്കണമല്ലോ. എന്തായാലും അവനെയും കൂടി തീർത്ത് എന്തായാലും നമ്മുടെ ഹൾക്കിനെ രക്ഷിച്ചിട്ട് പോകാം. എന്തായാലും ഇവനെയും കൂടി തീർത്തിട്ട് പോയേക്കാം അങ്ങോട്ട്. പിന്നെ പിടിച്ചോ. എടാ മോനെ എന്നെ കൊല്ലല്ലേടാ മോനെ. നോക്കിയിരുന്നു നിന്നെ കൊല്ലല്ലേ എന്നാ. പിന്നെ അല്ല എടാ ഹൾക്കേ, നീ എന്തായാലും ഇറങ്ങി വാടാ മോനെ. നീ എന്തിനാ അവിടെ ഇരിക്കുന്ന? അങ്ങ് ഇറങ്ങി വാടാ കുട്ടാ, വേഗം ഇറങ്ങി ഇങ്ങോട്ട് വാ. പിന്നെ അല്ല എന്തായാലും തുറന്നു കൊടുത്തിട്ടുണ്ട് കേസ്. ഹൾക്കേ നിനക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും സേഫായിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. ഇനി എന്തായാലും നോക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും പോകാൻ വേഗം വാ. ആടാ എനിക്ക് എന്തായാലും ഇത് കേട്ടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് വളച്ചങ്ങ് കയറ്റിയിട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കാണൊക്കെ നൈസിൽ പോകാം. എന്ത് പറയുന്നു? എടാ ഈ കാറും കാറിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ജാക്ക്. ഇതെന്തായാലും സെറ്റ് കാറും കാറൊക്കെ. നീ എന്തായാലും രക്ഷിച്ചല്ലോ, അതിനെന്തായാലും താങ്ക് യു കേട്ടാ. നീ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വരുമെന്ന് പ്രതീക്ഷയില്ല. എന്തായാലും നീ വന്നല്ലോ, എനിക്ക് അത് മതിയണ വെച്ചാനേ. താങ്ക് യു കേട്ടാ. ആടെ ചാൻസ് ഒക്കെ എന്തിനാ? നീ വിളിച്ചു തന്നെ അപ്പം തന്നെ ഞാൻ വരുമല്ലോ എന്ത് കാര്യത്തിനും. അത്രേ ഉള്ളു. എന്തായാലും ഈ കാറും കാറിലൊക്കെ ഞാൻ ആ പോലീസുകാർക്ക് കൊണ്ടുവന്നേ. പിന്നെ അവർ നീ എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കാറും കൊണ്ട് വന്നു. അത്രേ ഉള്ളു കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളെന്തായാലും വീടും കാറിലൊക്കെ എത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് വീഡിയോ അടിക്കാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേസ്. എന്തായാലും ഈ ഒരു വീഡിയോ കാറിലൊക്കെ ഇത്രയേ ഉള്ളൂ കേസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ കേസ് എല്ലാവർക്കും ബൈ കേസ്.